ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ലോക ചരിത്രത്തിൽ, അതായത് അറ്റ്ലീസ്റ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ജാമ്യാപേക്ഷയിൽ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടയാൾ ജാമ്യം കിട്ടുകയും അദ്ദേഹത്തിനെ പിന്തുണച്ചയാൾ തുടർച്ചയായ 10-ാം ദിവസത്തിൽ കൂടുതൽ മോർ ദാൻ 10 days ആയിട്ട് ജയിലിൽ തുടരുകയാണ്. രാഹുൽ ഈശ്വറിന് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം അറിഞ്ഞത്, ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഒരു അഡ്വക്കേറ്റാണ്. പക്ഷെ അദ്ദേഹം ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോടതിയിൽ പെരുമാറണം എങ്ങനെയാണ് അദ്ദേഹത്തിന് അറിയത്തില്ല. കോടതിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. ഒരു ജഡ്ജിയുടെ അടുത്ത് യൂട്യൂബിൻ്റെ മുന്നിലിരുന്ന് ക്യാമറ ഓണാക്കി പറയുന്ന പോലെ സംസാരിച്ചാൽ ആ ജഡ്ജി അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അഹങ്കാരത്തിൻ്റെ, ഓവർ കോൺഫിഡൻസിൻ്റെ, ആണുങ്ങളുടെ എല്ലാം ഉടമസ്ഥത എന്നുള്ളൊരു ആണുങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിച്ച് ഒരു ന്യൂജൻ ഗാന്ധിയായിട്ട് വരാമെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് കോടതി ഒളിച്ചടുക്കി കൊടുത്തിരിക്കുന്നത്. ക്യാമറ ഓണാക്കി വെച്ച് എന്തും പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യ സമരമാവില്ല. വസ്തുതകൾ നിരത്തി വയ്ക്കണം. അതിനുള്ള തൻ്റെ ഇടവും ബുദ്ധിയും വേണം എന്നാണ് ഈ ജാമ്യം തുടർച്ചയായിട്ട് തള്ളിപ്പോകുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അദ്ദേഹം ചെയ്ത വേറൊരു മണ്ടത്തരം, ഒരേ സമയം 2 ജാമ്യാപേക്ഷ കൊടുത്തു. അപ്പം കോടതി പറഞ്ഞു, മേൽക്കോടതിയിൽ അത് പിൻവലിച്ചാൽ മാത്രമേ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരേ സമയം 2 ജാമ്യാപേക്ഷ കൊടുക്കുമോ? കാണുന്നിടത്തൊക്കെ ജാമ്യാപേക്ഷ കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്ത് എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്? എന്തൊക്കെയോ ചെയ്യണം, ഒന്നും അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് പുള്ളിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ടാകും, അയാൾക്കെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ എൻ്റെ രാഹുൽ ഈശ്വർ ഈ സ്വഭാവം മാറ്റല്ലെങ്കിൽ ഒരിക്കലും ജാമ്യം കിട്ടാൻ പോകുന്നില്ല, അത് വീണ്ടും നാളെ ജാമ്യം പരിഗണിക്കാൻ പോവുകയാണ്, എന്താവും അറിയത്തില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയോണ്ട് ഇനി വരുന്നൊരു ബിഗ് ക്വസ്റ്റ്യൻ, ഒരു വലിയ ചോദ്യം, നാളെ പാലക്കാട്ട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടിടുമോ എന്നുള്ളതാണ്. ഒളിവിൽ നിന്ന് പുറത്തു വരുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ? കേരളം ഉറ്റുനോക്കുന്നു. നാളെ നമുക്ക് കാണാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA, കുറ്റാരോപിതനായ MLA വോട്ട് കാസ്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് നാളെ കണ്ടറിയാം. അതുവരേക്കും രാഹുൽ ഈശ്വർ ഇന്ന് ജയിലിൽ തന്നെ തുടരും. ഞാൻ ദിലീപ് എന്ന വ്യക്തിയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഏറ്റവും പരിശുദ്ധനായ വ്യക്തിയാണ് ദിലീപ് എന്ന നിലപാട് എനിക്കില്ല. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. ഇപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടെങ്കിലും ഇനി വരുന്ന മേൽക്കോടതിയുടെയൊക്കെ വിധി എന്താവുമെന്ന് നമുക്കറിയത്തില്ല. ഈ വിധി മാറിയേക്കാം, മാറാതിരിക്കാം. അതെല്ലാം കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോഴത്തെ കോടതി വിധി മാനിക്കണം എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്. അതുകൊണ്ട് വി മസ്റ്റ് റെസ്പെക്ട് ദ ഡിസിഷൻ ഓഫ് ദ കോർട്ട്. പറയാമെന്നതല്ല, വിധി വരുന്ന ദിവസം ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം ദിലീപിൻ്റെ വീട്ടിൻ്റെ മുകളിൽ കൂടെ ഡ്രോൺ പറത്തി. നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ഭാര്യയും മക്കളും കുട്ടികളുമുള്ള വീട്ടിൻ്റെ മുകളിൽ കൂടെ ഒരു വ്യക്തി ഡ്രോൺ പറത്തി നിങ്ങളുടെ സ്വകാര്യത കൈയടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? എനിക്കാണെങ്കിൽ ദേഷ്യം വരും. ഇത് പ്രൈവസി ബ്രീച്ച് ചെയ്യുന്ന പരിപാടിയാണ്. ഈ ന്യൂസ് ചാനലിന് ഇത്രയെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഒരാളുടെ വീട്ടിൻ്റെ മുകളിൽ കൂടെ, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ മുകളിൽ കൂടെ ഡ്രോൺ പറത്തണമെങ്കിൽ എന്ത് വൃത്തികെട്ട ഏർപ്പാടാണ്. ഈ ന്യൂസ് ചാനലിനൊരു മാന്യത വേണ്ടേ? മാന്യത ഇല്ലാന്ന് സ്വയം തെളിയിക്കുകയാണ്. വല്ലവൻ്റെ വീട്ടിൻ്റെ മുകളിൽ കൂടെ ഡ്രോൺ പറത്തണമെങ്കിൽ എന്ത് ദാരിദ്ര്യമുള്ള, ഒരു ഐഡിയൽസ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. ഒരിതും ഇല്ലാത്തൊരു മാധ്യമ സ്ഥാപനം. ഇത് സത്യത്തിൽ ഇതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആളുകളുടെ പ്രൈവസി മാനിക്കാൻ മാധ്യമ സ്ഥാപനങ്ങൾ റെഡിയാവണം. വല്ലവൻ്റെ വീട്ടിൻ്റെ മുകളിൽ കൂടെ ഡ്രോൺ പറത്തിയിട്ടല്ല നാട്ടുകാരെ സന്തോഷിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാധ്യമ സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടി. കാരണം ഇമാതിരി പരിപാടിയാണ് കാണിക്കുന്നത്. വല്ലവൻ്റെ വീട്ടിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇത് പൊട്ടിച്ച് കളിക്കുക. ഈ ചാനൽ മുതലാളിയുടെ വീട്ടിൻ്റെ മുകളിൽ കൂടെ ഡ്രോൺ പറത്തിയത് നമ്മളെ കാണിച്ചു തരുമോ? അങ്ങേരുടെ വീട്ടിൻ്റെ ഒക്കെ നമുക്ക് കാണിച്ചു തരുമോ? സ്വന്തം കാര്യമൊന്നും ചെയ്യത്തില്ല. സ്വന്തം പേരിൽ കുറേ കേസുണ്ട്, മരം മുറിക്കുകയും എന്തൊക്കെയാണ് ഇത്. സ്വയം തന്നെ കുറ്റക്കാരാണ്, എന്നിട്ടാണ് മറ്റവൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നത്. ചാനലിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക.